എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 5:30-ക്കാട്ടോ. 5:30-ക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല. 5 മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം ഉറക്കമൊക്കെ തെളിയാറുണ്ട്. പക്ഷേ ഞാനിവിടെ എണീറ്റ് വരുമ്പോഴത്തേക്കും 5:30 ഞാൻ വരുമ്പോഴത്തേക്കും കണ്ണ് സീനിയതാണ്. മമ്മിയോടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ബൈബിൾ വായിക്കുന്നുണ്ടാവും, പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടാവും. പിന്നെ എൻ്റെ സ്ഥാനം ഞാൻ ആ കാണുന്ന സോഫയിലാണ്. മമ്മി വന്ന് പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ ഞാനവിടെ കിടക്കും, എൻ്റെ കണ്ണൊന്ന് തുറക്കുന്നു വരാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഞാൻ വീട്ടിൽ അത്യാവശ്യം അടുക്കളയിലെ പണിയെല്ലാം തീർത്തിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങും. പറമ്പിൽ അത്യാവശ്യം ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഞങ്ങളിതാ കാപ്പിക്കുരുവിൻ്റെ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ കാപ്പിക്കുരുവിൻ്റെ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ കാപ്പിക്കുരു പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ രാവിലെ അത്യാവശ്യം അടുക്കളയിലെ പണിയൊക്കെ തീർന്ന് ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാപ്പിക്കുരുവൊക്കെ പറിക്കും. കാപ്പിക്കുരു ഇത് എല്ലാവരും കാണുമ്പോഴത്തേക്കും പൊട്ടാണോ എന്ന് വിചാരിക്കുമായിരിക്കും. അതായത് മൂത്തതല്ലേ എന്ന് വിചാരിക്കുമായിരിക്കും. അല്ലാട്ടോ, മൂത്തിട്ടുണ്ട്. ഇതിൽ പഴുത്ത റെഡ് കളറിലുള്ളതുണ്ട്. ഇതാ കണ്ടോ, പഴുത്ത് റെഡ് കളറിലുള്ളതുണ്ട്. അപ്പോൾ റെഡ് കളറിലുള്ളതാണ് സത്യമായിട്ട് പഴുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഈ പച്ച കളറിൽ കാണുന്നതെല്ലാം മൂത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ മമ്മി എപ്പോഴും പറയാറുണ്ട്, അതായത് ഈ ചെടിയിൽ ഒത്തിരി മൂത്ത് ചെടിയിൽ നിൽക്കുന്നത് നല്ലതല്ല, ചെടിക്ക് നല്ലതല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങളത് മൂത്ത് വരുമ്പോഴേക്കും പറിച്ചെടുക്കാറുണ്ട്. അപ്പം ഇതിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം പറിച്ചായിരുന്നു. ഒരു ദിവസം പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മഴയായിപ്പോയി. അപ്പോൾ ഇത് ഉണക്കാനൊക്കെ പാടല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞേച്ചാണ് പിന്നെ ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പം ഇതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കറുത്ത് കിട്ടും. പുകയത്തിടുവാണെങ്കിൽ കറുത്തൊക്കെ കിട്ടും, നന്നായിട്ട് മൂത്തൊക്കെ കിട്ടും. പക്ഷേ വെയിലത്തിട്ട് ഉണങ്ങുന്നതിൻ്റെ ആ ഒരിത് പുകയത്തിട്ട് ഉണങ്ങുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയോ, മമ്മി പറിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ കമ്പുകളായിട്ട് ഒടിഞ്ഞൊടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കാപ്പിക്കമ്പിന് കട്ടി കുറവാണ്. അപ്പോൾ നമ്മളൊന്ന് അതിൻ്റെ ഒരു ഡയറക്ഷൻ മാറിപ്പോയാൽ അന്നേരം അത് ഇരിഞ്ഞു പോരും. അപ്പം അങ്ങനെ വന്നതാണ്. അപ്പം മമ്മി പറിച്ചപ്പോൾ മാത്രമല്ല കേട്ടോ, ഞാൻ പറിച്ചപ്പോഴും വരുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ പറിച്ചപ്പോൾ വന്നതൊരു വലിയ കമ്പായിരുന്നു. അത് പിന്നെ അവസാനം വീട്ടിൽ കൊണ്ടിട്ട് പറിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോന്നു. അങ്ങനെ ഞങ്ങളോട് പറിച്ചുകൊണ്ടിരുന്ന കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറമ്പിൽ തന്നെ ഉള്ളതാണ്. കുറച്ച് ചെറിക്കാ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ചിലതൊക്കെ നന്നായിട്ട് പഴുത്തതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞങ്ങൾ പോയി നോക്കിയപ്പോഴത്തേക്കും ഉപ്പൻ, തത്ത, ഇങ്ങനെയുള്ള കിളികളൊക്കെ വന്ന് ഫുൾ കൊത്തി തിന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. കുറേ തറയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. മമ്മി പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് പറിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് കുറച്ച് ചെറിക്കാ പറിച്ചു. അപ്പം ഇതിൻ്റെ ഞെട്ടെല്ലാം ഇരിയുക കേട്ടോ. ഞെട്ടെല്ലാം ഇരിഞ്ഞിട്ടാണ് നമ്മളിത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. അപ്പം ഞെട്ടെല്ലാം ഇരിഞ്ഞേച്ചും ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും കറുത്ത് കിടക്കുന്നത് എന്താണെന്ന്. കറുത്ത് കിടക്കുന്നത് കേടായതല്ല, അത് ഈ നീറ് കയറാറുണ്ട്. ചെടിയിൽ സാധാരണ നീറ് കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീറിങ്ങനെ കയറി അതിൽ കടിക്കുന്നതാട്ടോ ഈ കറുത്ത് കിടക്കുന്നത്. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി. ഇപ്പോൾ ഇതിന് നല്ല പുളിയുള്ള സാധനം ആയതുകൊണ്ട് ഞാനൊരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 സ്പൂൺ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ഡ്രൈനറിൽ വെച്ചിട്ട് അരിച്ചെടുത്തതാട്ടോ ഇത്. അപ്പം ഡ്രൈനറിൽ വെച്ച് അരിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഇതിന് നല്ല പുളിയായിരുന്നു. അപ്പോൾ കുറച്ച് പച്ച ഉണ്ടായിരുന്നു. കുറച്ച് പച്ച എന്ന് പറഞ്ഞാൽ അധികം പച്ചയല്ല, പകുതി പഴുത്തതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തു. പിന്നെയും പുളി നിൽക്കുന്നതുകൊണ്ട് ഞാനൊരു നുള്ളു ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇതിൻ്റെ പുളി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തു. അപ്പം ഇത് സാധാരണ ചിലർ ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാറുണ്ട്. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാറുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കേണ്ടതെന്നാണെങ്കിൽ ചിലർ തേൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് അടിച്ചെടുത്തത് കൊണ്ട് കിട്ടിയത് പഞ്ചസാരയാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചു. അപ്പോൾ ഇതിൻ്റെ സാധാരണ കുറച്ച് നന്നായിട്ട് പഴുത്തതാണെങ്കിൽ കുറച്ചുകൂടി റെഡ് കളറിൽ വരാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് അതിനകത്ത് പകുതി പഴുത്തതുണ്ടാകുന്നതുകൊണ്ട് കേട്ടോ ഈ ഒരു കളറിലേക്ക് വന്നേക്കുന്നത്.